ന്യൂട്ടന്റെ ആകർഷണത്തില് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഐൻസ്റ്റീൻ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അവതരിപ്പിക്കുന്നു. ഓക്കെ, ഇന്ന് ലോകം ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അഥവാ സ്പേസ് ടൈം കർവേച്ചർ ആണ് ഗ്രാവിറ്റിക്ക് കാരണം എന്ന് മനസ്സിലാക്കുന്നു. അതിലും കുറെ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നവരാണ് ശാസ്ത്രജ്ഞരിൽ പലരും. ഞാൻ മാത്രമല്ല അങ്ങനെ മനസ്സിലാക്കുന്നത്. ഞാൻ നിർദ്ദേശിക്കുന്ന ഗ്രാവിറ്റി മോളിക്കുലർ മോഷനുള്ള ദ്രവ്യം അഥവാ മാറ്റർ, അവ ഒന്ന് മറ്റൊന്നിനുള്ളിൽ പരസ്പരം ലയിക്കാതെ വന്നാൽ അവ ഗോളാകൃതി രൂപപ്പെടുന്നു. ഇങ്ങനെ ഗോളമായ ഒരു ഗോളത്തിലുള്ള വസ്തുക്കളുടെ ചലനമാണ്, ആകർഷണ വികർഷണപരമായ ചലനമാണ് ഗ്രാവിറ്റി എന്നാണ് ഞാൻ നിർദ്ദേശിക്കുന്നത്. നമ്മൾ ഭൂമിയിൽ വായുവിലാണ് ജീവിക്കുന്നത്. അഥവാ നമ്മളുടെ ചുറ്റുമുള്ള വായു നമുക്ക് ഇഷ്ടാനുസരണം മാറിത്തരുന്നു, അഥവാ അവയുടെ മോളിക്കുലർ ചലിക്കുന്നു. നമ്മളൊരു ഖരാവസ്ഥക്കുള്ളിലാണ് അകപ്പെട്ടതെങ്കിൽ നമുക്ക് ചലിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ മോളിക്കുലർ മോഷനുള്ള ഭൂമിക്ക് ചുറ്റും വാതകങ്ങളെ കൊണ്ട് ഗോളാകൃതിയാണ്. ബോർഡിൽ വരച്ച് കാണിക്കാം. ഇതാണ് ഭൂമി എന്നുണ്ടെങ്കിൽ ഭൂമിക്ക് ചുറ്റും എല്ലാ ഭാഗത്തും 6ഓളം ലെയറുകളായിട്ട്, ആദ്യത്തെ അറ്റ്മോസ്ഫിയർ, രണ്ടാമത്തെ അറ്റ്മോസ്ഫിയർ അഥവാ സാന്ദ്രതയ്ക്കനുസരിച്ച് വ്യത്യസ്ത ലെയറുകളായിട്ട് ഭൂമിക്ക് ചുറ്റും ഗോളാകൃതിയായിട്ടാണ് അറ്റ്മോസ്ഫിയർ ഉള്ളത്. ഈ മോളിക്കുലർ മോഷനുള്ള ഏരിയയിൽ ഒരു വസ്തു വന്നാൽ ആ വസ്തുവിന്റെ ചലനമാണ് ഗ്രാവിറ്റി. അഥവാ കേന്ദ്രത്തിലുള്ള ഭൂമിക്കകത്ത് ഒരു വസ്തുവിനെ നമ്മൾ കുഴിച്ചിട്ടാൽ അത് ചലിക്കുകയില്ല. അതേസമയം ഈ വായുവിൽ എവിടെയാണെങ്കിലും ആ വസ്തു ചലിക്കും. അപ്പൊ ഗ്രാവിറ്റി എങ്ങനെയാണ് ഗോളാകൃതിക്കുള്ളിൽ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അവയിലെ തന്മാത്രകളിലെ ആറ്റങ്ങളിലെ ഇലക്ട്രോണുകൾ പരസ്പരം റിപ്പൾസ് ചെയ്യുന്നതാണ് ഇതിന് കാരണം എന്നാണ് ഞാൻ പറയാം.